ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് ഈ സംഭവ വികാസങ്ങളെ ഏറെ ആകാംക്ഷയോടുകൂടി ഇതിന്റെ തുടക്കം മുതൽ നോക്കിക്കണ്ട ഒരാളാണ്. ഒരുപക്ഷെ ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വസ്തുതാപരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച ഒരാളുമാണ്. ഇതിന്റെ തുടക്കം മുതൽ വളരെ ഉദ്വേഗത്തോടു കൂടി നോക്കിക്കൊണ്ട ഒരു വലിയ വിഭാഗം മനുഷ്യരിവിടെയുണ്ട്. എങ്ങനെയാണ് ശബരിമലയിൽ ഇത് സാധ്യമായത് എന്നുള്ളതടക്കം, അവിടെ നിന്ന് സ്വർണം കളവ് പോയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതൊരു തെഫ്റ്റ് കേസായി പോലും നിലവിൽ തെളിയിക്കപ്പെടാത്ത ഒരു സാഹചര്യം വരുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഈ തുടക്കം നമ്മൾ ഈ അർജുനനൊക്കെ അമ്പ ചെയ്യുന്ന പോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പം 10, എയ്യുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ SIT കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഈ ധാരപാലകപാളി എന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രം വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നെ കട്ടളപ്പാളിയിലോട്ട് വരുന്നു, കഥകിലേക്ക് വരുന്നു, പിന്നെ അന്വേഷിക്കുമ്പോൾ കൊടിമരം, അങ്ങനെ കുറേ വർഷങ്ങൾ മുമ്പോട്ടുള്ള അന്വേഷണത്തിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഫോക്കസ് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ധാരപാലകപാളിയുടെ ആ യഥാർത്ഥ യാത്രയെക്കുറിച്ചോ, അല്ലെങ്കിൽ ആദ്യം വിജിലൻസ് കണ്ടെത്തിയ പോലെ ആ പറയുന്ന ഹൈദരാബാദിലേക്ക് നാഗേഷ് എന്ന് പറയുന്ന അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുടെ അടുത്തേക്കോ അങ്ങനത്തെ യാത്രകളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പൂജകൾ, ഈ ജയറാമിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് അതേ രീതിയിൽ തന്നെ മൂവ് ചെയ്യണമായിരുന്നു. കാര്യം ആ ഒരു പൂജകൾ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടന്നത്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട വെറും 27 ലക്ഷം രൂപയുള്ളൂ അന്ന് 1 കിലോ സ്വർണ്ണത്തിന്. അപ്പം അതൊരു 1-2 കിലോ ഉണ്ട്, ഇവർ 5-10 പേരുണ്ട്, ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ഷെയറേ ഉള്ളൂ. അതിനുവേണ്ടി ഇത്ര പ്രഗത്ഭരായ ആൾക്കാരെ ഇത്ര വലിയ ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇത് ഉറപ്പായിട്ടും വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും മറ്റു പലരെയും, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ, ജയറാമിനെ ഉൾപ്പെടെ മുൻപിൽ വെച്ചോണ്ട്, അദ്ദേഹത്തെയൊക്കെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വെച്ചോണ്ട്, ഇങ്ങനെ ഞാൻ ശബരിമലയിലെ സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ പൂജ ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വരും, അവിടെ വന്ന് കാണൂ, ഇനി ഞാൻ ഇതിൻ്റെ വേറൊരു സാധനമാണ് ശബരിമല കൊടുക്കാൻ പോകുന്നത്, അപ്പം ഇത് വേണേൽ നിങ്ങൾക്ക് വീട്ടിൽ തരാം, ഇതിന് ഇത്ര കോടി തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ബ്രാൻഡിങ് നടന്നിട്ടുണ്ട്. ആ പൂജകൾ നടന്നതിൻ്റെ പിറകെ ഇപ്പം SIT അന്വേഷണം അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു കുറേ നാളുകൾക്ക് 1-2 മാസങ്ങൾക്ക് മുമ്പ് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടിയപ്പോൾ തന്നെ ഈ കേസ് ഫ്രെയിം ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഈ പറഞ്ഞ പ്രതികൾക്ക് അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് അനുബന്ധമായിട്ട് അടുത്തടുത്ത കേസുകൾ എടുത്ത് പോകണമായിരുന്നു. പക്ഷേ അവരിപ്പം ഓരോന്ന് ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു, ഉടനെ അതിൻ്റെ പിറകെ പോയി ഡി മണി കുറേ ദിവസം അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഓരോ ഇതുമായിട്ട് കറക്റ്റായിട്ട് ബന്ധമില്ലാത്ത, പക്ഷെ അവർക്ക് ഒരു ലീഡും SIT വേണമെങ്കിൽ മറ്റു സംഘങ്ങളെ നിയോഗിക്കാം, അല്ലെങ്കിൽ അത് വിപുലീകരിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതിനിടയിലും അത്തരം ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായല്ലോ. 90 ദിവസം കഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്കത് അറിയാം. തീർച്ചയായിട്ടും. പക്ഷേ ഈ ജാമ്യം, ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ ഒരു ഇടക്കാല എന്താ പറയുക, ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇവർ ശ്രമിക്കുന്നത് മൊത്തത്തിൽ ഇതൊരു തികച്ചും ഒരു കേസല്ലാത്തത് കൊണ്ട്, ഇതിനകത്ത് മൊത്തം ആ ഒരു ഗൂഢാലോചനയുടെ കണ്ണികൾ ഉള്ളത് കൊണ്ടും ഇവർ പൂർണ്ണമായിട്ടും തെളിവിന് വേണ്ടിയാണ് ആ ഒരു തെളിവ് ഫ്രെയിം ചെയ്തിട്ട് മൊത്തം കേസുകളും ഒറ്റയടിക്ക് തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് തന്നെയാണ് അതിൻ്റെ വേണ്ടതും. കാര്യം ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഈ കഥയൊക്കെ ഇന്ന് തന്നെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട പോലെ ഈ കൊള്ള തുടക്കം മാർച്ച് 11 ഇവർ കഥ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് തന്നെ ആ കഥ ഒരു 3-4 പ്രാവശ്യം അവിടെ ഇളക്കിയിട്ടുണ്ട്. ഭഗവാന്റെ കോവിൽ ഇളക്കി ഇവരുടെ കൈ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ സ്വാധീനത്തിന്റെ ആ ഒരു വ്യാപ്തി, അല്ലെ ആ ഗൂഢാലോചനയുടെ വ്യാപ്തിയൊക്കെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശ്രീ ജയറാമൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അന്വേഷണം പോയി അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഈ സാധനങ്ങൾ എവിടെയാണ് പോയെന്ന് കണ്ടെത്തുന്ന ഇപ്പോഴത്തെ രീതിയിൽ ആ പാളികൾ തിരിച്ചു വന്നാൽ മാത്രമേ ഈ കുറ്റം തെളിഞ്ഞ് കേരളീയ മനസ്സിലെ വിശ്വാസികളുടെ മനസ്സിൽ അതിനൊരു ആശ്വാസമായിട്ടുള്ളൊരു മഴ പെയ്യത്തുള്ളൂ. അല്ലാതെ ഇവർ കുറേ സ്വർണം പോയി, ഇത്ര ഗ്രാം തിരിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, VSSCയുടെ റിപ്പോർട്ടും പ്യുവർ കോപ്പറിന്റെ മാത്രം അതിൻ്റെ ആ മൂല്യം, അതിനകത്ത് എത്ര 99.9 കോപ്പറും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും അത് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. അത് തീർച്ചയാണ്. ആ ഒരു ഇപ്പം അങ്ങനത്തെ ഒരു അന്വേഷണത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഈ പാളി മാറിയെന്നുള്ളത് വളരെ ഉറപ്പാണ്. കാര്യം പാളി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും പഴയ പാളിയുടെ അതേ കണ്ടന്റിൽ പുതിയ കോപ്പർ കിട്ടത്തില്ല, ആര് വിചാരിച്ചാലും കിട്ടത്തില്ല. അത്രയും ഇമ്പ്യൂരിറ്റീസ്, മൈന്യൂട്ട് ഇമ്പ്യൂരിറ്റീസ് ആണ് അതപ്പോൾ. അപ്പം അത് കറക്റ്റാക്കണം. പിന്നെ ഇവർ മൊത്തത്തിൽ നേരത്തെ ഇപ്പം ചന്ദ്രൻ പറഞ്ഞ പോലെ ആ 2 പാളിയുടെയും അതിൻ്റെ മൊത്തത്തിലുള്ള ഘടന മാത്രമാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അത് പക്ഷേ ആവശ്യമാണ്. അത് ആ ഘടന പരിശോധിച്ചാലേ അതിലെത്ര സ്വർണ്ണം ഉണ്ടെന്നും ഇതിലെത്ര സ്വർണ്ണം ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കോപ്പർ മാത്രം എടുത്തിട്ട്, ഇനിയാണേലും ആ കോപ്പർ മാത്രം എടുത്തിട്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് 2 ഇതും വ്യത്യാസപ്പെട്ടിരിക്കുക. അതായത് വിജയമല്യ ചെയ്ത 2 ടണ്ണിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒരേപോലെയും ബാക്കി പിന്നെ ഇവരെ ഏതോ കാലത്തിലൊക്കെ എപ്പോഴൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വ്യത്യാസപ്പെട്ട് ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ ഈ പണികളായിട്ടൊക്കെ ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കോപ്പറിന്റെ ടെസ്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും, അതിനകത്ത് ഒരു സംശയവുമില്ല. പിന്നെ ഈ പാളികൾ കണ്ടെത്തുക എന്നുള്ളത് ഈ പറഞ്ഞ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, കൊച്ചു തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, വലിയ തന്ത്രിയോടൊക്കെ പോയിട്ടുണ്ട്, ഈ കള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊക്കെ പോയി പൂജ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പൂജകൾ, ആ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന പൂജകൾ, ആ പൂജകളിൽ ഈ പാളികളുടെ മൊത്തമായിട്ടോ അല്ല ജയറാമിന്റെ വീട്ടിൽ മൊത്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്, മറ്റു പല വീടുകളിലും ചിലപ്പോൾ ഭാഗങ്ങളായിട്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും പൂജകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഇത് വിറ്റിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാര്യം അയാളെ ഒന്ന് വിശദമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് കിട്ടും. ഇത്രമാത്രം ഒരു എന്താ പറയുക കാടടച്ച് വെടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ടാർഗറ്റ് ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി അവരുടെ ബേസിലാണ് ഇത് പോയിരിക്കുന്നത്.